UDF സ്ഥാനാർത്ഥിയായി VS ജോയ് തന്നെ കളമുറപ്പിക്കുകയാണ്. ഹൈക്കമാൻഡ് സർവേയിലും ഒന്നാമതെത്തിയതോടെയാണ് VS ജോയ് എന്ന പേരിലേക്ക് നേതൃത്വം എത്തിയത്. PV അൻവറുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി നോബൽ മാരിക്കാരനാണ് ചേരുന്നത്. നോബൽ, ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ല. നമുക്കറിയാം, ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കൊക്കെ അവരുടെ വോട്ട് നിർണായകമായിട്ടുള്ളൊരു മണ്ഡലമാണ്. അത്തരമൊരു പ്രാതിനിധ്യം VS ജോയിലൂടെ ഉദ്ദേശിക്കുമ്പോൾ തന്നെ VS ജോയ്ക്ക് ലീഗുമായും അടുത്ത ബന്ധമുണ്ട്. യുവ മുഖമാണ്. മാത്രമല്ല, ഒരു DCC പ്രസിഡന്റ് എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം പാർട്ടിക്കകത്തു തന്നെയുണ്ട്. അപ്പോൾ VS ജോയ് എന്നൊരു പേര് ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും? അത് മറ്റു കോളിളക്കങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? റോഷ്നി, നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി VS ജോയ് തന്നെ ആയിരിക്കും എന്നതാണ് നമ്മുടെ റിപ്പോർട്ട്. കാരണം വിവിധ ഘടകങ്ങൾ VS ജോയ്ക്ക് അവിടെ അനുകൂലമായി ഉണ്ട്. ഒന്ന്, അവിടുത്തെ നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരുമായുള്ള നല്ല ബന്ധം. അതുമാത്രമല്ല, ലീഗ് അണികൾക്കും താല്പര്യം VS ജോയിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം PV അൻവറാണ്. PV അൻവറിന്റെ നിലപാട് നേരത്തെ തന്നെ അൻവർ വ്യക്തമാക്കിയതാണ്. VS ജോയെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു PV അൻവറിന്റെ നിലപാട്. അതും മുൻ MLA നിലയിൽ PV അൻവറിന്റെ നിലപാടിനും അവിടെ ഒരു ചെവി കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, അതിനെല്ലാം ഉപരി നിലമ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഇടങ്ങളിൽ ഹൈക്കമാൻഡ് സർവേ നടത്തിയിരുന്നു. ആ സർവേയിലും VS ജോയ് തന്നെയാണ് ഒന്നാമത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങളെല്ലാം VS ജോയ്ക്ക് ഏറ്റവും അനുകൂലമായ ഘടകങ്ങൾ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ VS ജോയ് സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസ് സജീവമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് നടത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അഹമ്മദാബാദിൽ എത്തിയ നേതാക്കൾ അനൗദ്യോഗികമായാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരമുള്ളത്. പക്ഷേ നേതാക്കളോട് നമ്മൾ അന്ന് ചോദിച്ചപ്പോഴൊക്കെ പരസ്യമായി ഇതിൽ പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറാകുകയും ചെയ്തിരുന്നില്ല. എന്താണെങ്കിലും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ PV അൻവർ അടക്കമുള്ള ആളുകളുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയ ശേഷം മാത്രമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ മാസം 15-നപ്പുറം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ആ പശ്ചാത്തലത്തിൽ നേരത്തെ പുതുപ്പള്ളിയിലും പാലക്കാടും അതോടൊപ്പം തന്നെ തൃക്കാക്കരയിലുമൊക്കെ അതിവേഗ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ മേൽക്കോയ്മ നേടി പ്രചരണത്തിലേക്ക് പോവുക എന്ന തന്ത്രമായിരിക്കും നിലമ്പൂരിലും കോൺഗ്രസ് സ്വീകരിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം ആര്യൻ ഷൗക്കത്തും സീറ്റിനായി സജീവമായി തന്നെ രംഗത്തുണ്ട്. അദ്ദേഹം ഇപ്പോഴും സജീവമായി തന്നെ ആ സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആര്യൻ ഷൗക്കത്തായി കൂടി കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും, കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നൽകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അത്തരത്തിൽ ആര്യൻ ഷൗക്കത്തിനെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്താണെങ്കിലും വിവിധ ഘടകങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച DCC പ്രസിഡന്റ് നിലയിൽ 3 വർഷം VS ജോയ് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതും അദ്ദേഹത്തിനൊരു പ്ലസ് പോയിന്റ് ആയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും VS ജോയ് തന്നെ അവിടെ UDF സ്ഥാനാർത്ഥിയാകും എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും വിവരമുള്ളത്. ആ ചർച്ചകൾ ഏറെക്കുറെ കോൺഗ്രസ് നേതൃത്വം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിലേക്ക് പോകാൻ തന്നെയായിരിക്കും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരുങ്ങുന്നത്. ശരിയാണ്. എന്തായാലും VS ജോയ് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന് അനൗദ്യോഗികമായി നമുക്ക് പറയാൻ കഴിയും. സ്ഥിരീകരണം വരുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോൾ VS ജോയ് എന്ന പേരിലേക്ക് UDF എത്തുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാട് എന്തായിരിക്കും?